പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന കൊല്ലം പൂരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആശ്രാമ മൈതാനത്തിലാണ് നാളെ കൊല്ലം പൂരം അരങ്ങേറുന്നത്. ഏപ്രിൽ 15 രാവിലെ 7 മണി മുതൽ 13 ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ചെറുപൂരങ്ങൾ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതോടെ കൊല്ലം പൂരത്തിന് തുടക്കമാകും. വൈകിട്ട് നടക്കുന്ന കുടമാറ്റത്തിൽ പുതിയകാവ് ക്ഷേത്രവും താമരക്കുളം ശ്രീ മഹാഗണപതി ക്ഷേത്രവുമാണ് പങ്കെടുക്കുക. ഗജവീരനായ തൃക്കടവൂർ ശിവരാജുവാണ് പൂരത്തിന് ഭഗവാന്റെ തിടമ്പേറ്റുന്നത്. ചെറുപൂരങ്ങൾ ആശ്രാമം ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ആനനീരാട്ടും ഉച്ചയോടെ ആനയൂട്ടും നടക്കും. വൈകിട്ട് ക്ഷേത്രത്തിൽ കുടമാറ്റം നടത്തിയതിനു ശേഷം ആനകൾ ആശ്രാമം മൈതാനിയിലേക്ക് എത്തും. ആശ്രാമം മൈതാനിയിൽ നടക്കുന്ന കുടമാറ്റത്തിൽ ഇരുഭാഗത്തു നിന്നുമായി 11 ആനകൾ വീതം അണിനിരക്കും. പുത്തൻകുളം അനന്തപത്മനാഭൻ പുതിയകാവ് ഭഗവതിയുടെ തിടമ്പേറ്റും. ചിറക്കര ശ്രീരാമാണ് താമരക്കുളം ഗണപതിയുടെ തിടമ്പേറ്റുക. പൂരത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. പകൽപൂരവും അതോടൊപ്പം തന്നെ സന്ധ്യ കഴിഞ്ഞ് വെളിച്ചത്തിലും കുടമാറ്റം നടത്തുവാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ 20ഓളം സെറ്റ് കുടകൾ മാറാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ സസ്പെൻസിൽ പുതിയകാവ് ഭഗവതിയുടെയും താമരക്കുളം മഹാഗണപതിയുടെയും ഭാരവാഹികൾ രഹസ്യമായി ചില ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. അവർ പതിവ് പോലെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത്തവണയും അങ്ങനെ നയനാനന്ദകരമായ നല്ല ഒരുക്കങ്ങൾ ഇത്തവണ കൊണ്ടുവരും. വലിയ വിവിധ കലാരൂപങ്ങളും ക്ഷേത്രത്തിൻ്റെ ഖ്യാതി വിളിച്ചു പോകുന്ന തരത്തിലുള്ള പല രൂപങ്ങളും അത്തരത്തിലുണ്ടാകും എന്നാണ് പ്രതീക്ഷ. കുടമാറ്റത്തിനുള്ള വ്യത്യസ്തവും ആകർഷകവുമായ കുടകൾ തയ്യാറാക്കുന്നതിന് തിരക്കിലാണ് ഇരു ക്ഷേത്രങ്ങളും. പൂരത്തിന് ആവേശം വർദ്ധിക്കുമ്പോഴും പൂരത്തിനായി ആനകളെ ആവശ്യത്തിന് ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. മുൻകൊല്ലങ്ങളെ അപേക്ഷിച്ച് ആനകളുടെ ദൗർലഭ്യം വളരെയധികം നേരിടുന്നൊരു വർഷമാണിത്. നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിരുന്ന പല ആനകളും മതപ്പാടിലായി. 11 മണിയോടുകൂടി ആന നീരാട്ടിനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ആനയ്ക്ക് ഒരേ സമയത്ത് ഷവർ ബാത്ത് സംവിധാനത്തിൽ കുളിക്കുവാൻ തക്കവണ്ണം നല്ല രീതിയിൽ നീരാട്ടിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ ചൂടൊക്കെ കാരണം 10 മണിക്ക് മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാനാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മന്ത്രി KN ബാലഗോപാൽ പൂരം ഉദ്ഘാടനം ചെയ്യും. 1991 ആരംഭിച്ച കൊല്ലം പൂരം കോവിഡ് സമയത്ത് 2 വർഷം മുടങ്ങിയെങ്കിലും പ്രേമികളുടെ എണ്ണം വർദ്ധിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൂരം ആഘോഷിക്കാൻ 10,000ങ്ങളാണ് ഓരോ വർഷവും ആശ്രാമം മൈതാനിയിലേക്ക് ഒഴുകിയെത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.